ഇവിടെ നിന്നാണ് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഞ്ചാവിൻ്റെ ചെടി ആരും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. ഇതാണ് കഞ്ചാവിൻ്റെ ചെടി. ഇത് ഇവിടുത്തെ ഹോട്ടലിൻ്റെ മുമ്പിൽ ലോബിയിൽ വെച്ചിരിക്കുന്നതാണ്. ദേവ്സ് ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കള്ളും കഞ്ചാവും പെണ്ണും കൊണ്ട് ലോകത്ത് അതിപ്രശസ്തമായ ആംസ്റ്റർഡാമിലുള്ള റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിലേക്കാണ്. ഇത് ഡംറാക്ക് സ്ട്രീറ്റ് ആണ്. എൻ്റെ കഴിഞ്ഞ 2 വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചിരുന്നു. ആ വീഡിയോയിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ്, ഈ ക്രോസ് ചെയ്യുന്ന സീബ്ര ലൈനാണ് ഞാൻ ആരോയിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്താൽ നേരെ ഒരു 2-3 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ ഇന്ന് നമ്മൾ പോകാൻ പോണ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിലേക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന വേറെ സ്ഥലത്തേക്കാണ്. പക്ഷെ ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു. രാവിലെ ദൂരേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി നിങ്ങളെ പതുക്കെ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിലേക്ക് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അത് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റും പിന്നെ അതുപോലെ തന്നെ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററിയൊക്കെ ആയിട്ട്. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, ഈ ഒരു എപ്പിസോഡ് 18 വയസ്സിൽ താഴെ ആൾക്കാർ കാണാതിരിക്കാൻ നോക്കുക. ഈ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ തൊട്ട് മുമ്പത്തെ ആ വീഡിയോ കണ്ടാൽ മതി. ഇവിടുന്ന് പോകാനായിട്ട് എല്ലാ സിറ്റിക്കകത്ത് തന്നെയാണ്. ശരിക്കും എന്ത് ഭംഗിയാന്നറിയാം ആംസ്റ്റർഡാം കാണാനായിട്ട്. ഈ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിന്റെ ശരിക്കുള്ള പേര് ഡേ വാലൻ എന്നാണ്. ഇത് 1300-കളിലാണ് ഇത് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നെതർലാൻഡ്സ് എന്നുള്ളത് വെള്ളത്താൽ ചുറ്റപ്പെട്ടതായതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് വരുമായിരുന്നു. ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ഇങ്ങനെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലം ഡെവലപ്പ് ചെയ്ത് വന്നത്. ഇത് ശരിക്കും 13-ാം നൂറ്റാണ്ടിലാണ് ആരംഭിച്ചെങ്കിലും ഇതിന്റെ ഒരു ഗോൾഡൻ ടൈം എന്ന് വെച്ചാൽ ഡച്ച് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഒരു 16th സെഞ്ചുറിയും ഒരു 18th സെഞ്ചുറി സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആയത്. വേൾഡ് വാറിന്റെ സമയത്ത് ഈ ഏരിയ ഒന്ന് ഡൗൺ ആയിരുന്നെങ്കിലും അതിനുശേഷം പിന്നെ ഇത് ആക്റ്റീവ് ആയി. ശരിക്കും 1960 തൊട്ടിട്ടാണ് ഈ ഏരിയ കുറച്ചും കൂടി കൺട്രോൾഡ് ആയത്. അതായത് ഇപ്പോൾ കാണുന്ന മാതിരി തന്നെ വിൻഡോയുടെ പുറകിലും റെഡ് ലൈറ്റ് ഒക്കെ ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഇത് കൂടുതൽ പ്രശസ്തമായതും ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ ഈ ഏരിയയിലേക്ക് വരാൻ തുടങ്ങിയതും ഈ ഒരു ഏരിയനെ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് എന്ന വിധത്തിൽ കൂടുതൽ പ്രശസ്തമായതും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് സെൻട്രൽ സ്റ്റേഷനാണ് കാണുന്നത്. അവിടുന്ന് നേരെ മുന്നിൽ തന്നെയാണ് നടന്നു പോകാനുള്ള ദൂരങ്ങൾ. ഇവിടുത്തെ ഏരിയയൊക്കെ ഭയങ്കര ക്ലീനും ഭയങ്കര നീറ്റാട്ടോ, ഭയങ്കര ഭംഗിയായിട്ടാണ് ഈ സ്ഥലമൊക്കെ ഒരു നോക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1960-ന് ശേഷമാണ് ഈ ഒരു ഏരിയ ഈ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് എന്നുള്ള പേരിൽ ഫേമസ് ആകാൻ തുടങ്ങിയതും ഇതുപോലെ റെഡ് ലൈറ്റ്സുകളും ഇതുപോലെ വിൻഡോസ് ഒക്കെ ആയിട്ട് ഫേമസ് ആയത്. പക്ഷേ 2000-ലാണ് നെതർലാൻഡ്സ് ഗവൺമെന്റ് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ അംഗീകരിച്ചത്. നിയമപരമായിട്ട് ഇവിടുത്തെ തൊഴിലാളികളൊക്കെ നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും കൊടുത്ത് അംഗീകരിക്കാൻ തുടങ്ങിയത്. അവർക്കിപ്പോൾ ടാക്സ് അടക്കാം, അവർക്ക് ജോലി സംബന്ധമായിട്ട് എല്ലാ വിധത്തിലുള്ള സേഫ്റ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഹെൽത്ത് ഇൻഷുറൻസും എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് 2000-ന് ശേഷമാണ്. ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആണ്, പഴയ പോലെയല്ല. പണ്ട് ഇവിടെ ഒത്തിരി ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതായത് മനുഷ്യക്കടത്തുകളും ഒത്തിരി ചൂഷണവും എല്ലാം നടന്നിരുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം മാറി ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ലീഗലായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള റൈറ്റ്സും കിട്ടിയ ശേഷം ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ മറ്റൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയുടെ ലാൻഡ്മാർക്ക് ഇവിടുത്തെ ഒരു പഴയ പള്ളിയാണ്. ഒരു ഓൾഡ് ചർച്ചാണ് ഈ ഒരു ഏരിയയുടെ ലാൻഡ്മാർക്കായിട്ട് കാണുന്നത്. അപ്പം ഞാൻ ഇട്ടിരുന്ന കുറച്ച് വീഡിയോസൊക്കെ കാണാം നിങ്ങൾക്ക്. ഒരു വലിയൊരു പള്ളിയാണ്, ആ പള്ളിയുടെ തൊട്ടടുത്താണ് ഈ ഏരിയയൊക്കെ. അതെന്തായാലും ഒരു അത്ഭുതമായിരുന്നു എനിക്ക്. ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്തായാലും ഭയങ്കര ഓപ്പൺ മൈൻഡാണ്. അതുകൊണ്ടാണല്ലോ ഈ ഒരു ഏരിയ ഇങ്ങനെ തന്നെ നിന്ന് പോകുന്നത്. പകൽ സമയത്ത് ഈ ഒരു ഏരിയ എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ പകൽ സമയത്ത് റെഡ് കർട്ടൻസ് ഒക്കെ ക്ലോസ്ഡ് ആണ്. രാത്രി ആകുമ്പോഴത്തേക്കും ഈ റെഡ് കർട്ടൻസ് ഒക്കെ മാറും. ഇവിടെ റെഡ് ലൈറ്റ്സ് ഒക്കെ വരും. ഇവിടെ ഇതിന്റെ പുറകിൽ ലേഡീസ് ഒക്കെ വരും. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽസ് ഒക്കെ ഉറപ്പിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് ഈ ഒരു ഏരിയനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ റിമോട്ട് ഏരിയയിലേക്ക് മാറ്റാനായിട്ടുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2010 തൊട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ആ ഒരു പ്രൊജക്ടിന്റെ പേരാണ് 1012. 1012 എന്നുള്ളത് ഇവിടുത്തെ പോസ്റ്റൽ കോഡാണ്. ഈ ഒരു സ്ഥലം ഇപ്പോൾ ഉള്ളത് സിറ്റിയുടെ നടുക്കാണല്ലോ. അപ്പോൾ ഈ സിറ്റിയുടെ നടുക്കുന്ന മാറ്റിയിട്ട് കുറച്ചും കൂടിയിട്ട് ആൾക്കാർക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി സേഫ്റ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറിയിട്ട് കുറച്ച് റിമോട്ട് ഏരിയ ആയിട്ട് പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് നടത്താനുള്ള ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും എനിക്കിപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല. ഇതൊക്കെ സെൻസേർഡ് ആണ്. ഇവിടേക്ക് ഇതെല്ലാം ഓപ്പൺ ആണ്. ഈ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒത്തിരി ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. അതായത് വലിയ ആൾക്കാർക്ക് മേടിക്കാൻ പറ്റിയ ടൈപ്പുള്ള ടോയ്സ് ഉള്ള കുറേ ഷോപ്പുകളുണ്ട്. ഇവിടെ എല്ലാം ഫ്രീ ആണ്, നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും മേടിക്കാം. പക്ഷേ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, ഈ ടോയ്സൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യത്തേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമെന്നല്ല, നിങ്ങൾ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് ആ സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ആദ്യം ചെക്ക് ചെയ്യണം. കാരണം പല സ്ഥലത്തും എയർപോർട്ടിൽ ചെക്കിംഗ് ഉണ്ടാവും. ചെക്കിംഗ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അകത്തു പോകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പക്ഷേ ഇവിടെ നിങ്ങൾക്കിത് മേടിക്കുന്നതിനോ നിങ്ങൾ ഇവിടെ മേടിച്ച ശേഷം അത് ഉപയോഗിക്കുന്നതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ആർക്ക് വേണമെങ്കിലും ഏത് ഷോപ്പിൽ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും മേടിക്കാം. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ തന്നെ കണ്ണു തള്ളിപ്പോവും. കാരണം നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടും കേട്ടിട്ടും കൂടി ഇല്ലാത്ത ടൈപ്പുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മേടിക്കാൻ കിട്ടുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതൊക്കെയാണ് പല കാര്യത്തും ലോകത്തുള്ളത്. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ ലൈഫ്, ഇവിടുത്തെ കാര്യങ്ങൾ, ഇതെങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ജീവിക്കുന്നത്, എന്താണ് ഫ്രീഡം എന്നൊക്കെയുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഏരിയയിൽ വന്ന് നോക്കണം. നമ്മുടെ മലയാളികളെ പറ്റി പൊതുവേ പറയാറുണ്ട് സെക്ഷൽ ഫ്രസ്ട്രേഷനുള്ള ആൾക്കാരെന്നൊക്കെ. അപ്പം നമ്മുടെ മലയാളികൾ ഡെഫിനറ്റായിട്ട് ഒരു പ്രാവശ്യം ഇവിടെ ഒന്ന് കാണുകയാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ലൈംഗികത എന്നുള്ളത് നമ്മൾ മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ ശരിക്കും സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. പല ആൾക്കാരും അത് മറച്ചു വെച്ച് അങ്ങനെ മറച്ചു വെക്കുന്നതോ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. അത് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ആൾക്കാരൊക്കെ അത് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇവിടുത്തെ ആൾക്കാർ ആവശ്യമുള്ള ആൾക്കാർക്ക് എന്ത് വേണോ അതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മൈൻഡ് സെറ്റൊക്കെ എല്ലാം മാറും കേട്ടോ. അങ്ങനെ നമ്മൾ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട്, ഇവിടെ നിന്നാണ് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയാൻ കാര്യം വെച്ചാൽ ഇവിടെയാണ് ലൈവ് ഷോസും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ഇവിടെ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും. നിങ്ങൾക്ക് കള്ള് വേണോ, കഞ്ചാവ് വേണോ, പെണ്ണ് വേണോ, എന്ത് വേണോ അതെല്ലാം കിട്ടുന്ന ടോട്ടലി ഫ്രീഡമുള്ള ഒരു സ്ഥലമാണ്. നിങ്ങളൊരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക, നിങ്ങളിവിടെ ചെല്ലുമ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാർ വരും കഞ്ചാവ് വേണമെന്ന് വെച്ചിട്ട്, ക്യാൻഡി വേണമെന്ന് വെച്ചിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാരെ വന്നിട്ട് ചെറിയ പൈസയിൽ €1, €2 എന്നൊക്കെ പറഞ്ഞു വരും. അതൊന്നും മേടിക്കരുത്. ഇവിടെ ഒക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, പുറത്തുനിന്ന് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ കാനിബീസ് അല്ലെങ്കിൽ ക്യാൻഡീസ് ഒന്നും മേടിക്കരുതെന്ന് പറഞ്ഞിട്ട്. നിങ്ങളതൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് അടുത്ത് എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ബോധം തന്നെ നഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങൾ അങ്ങനത്തെ സ്ട്രേഞ്ചേഴ്സിനായിട്ടുള്ള ഒരു കാര്യങ്ങളും മേടിക്കരുത്. നിങ്ങൾ നടന്ന് കാണുക, ക്യാമറകളൊക്കെ യൂസ് ചെയ്യാതിരിക്കുക. കാരണം പല സ്ഥലത്തും ക്യാമറ അലൗഡ് അല്ല. എല്ലായിടത്തും പോലീസ് ഉണ്ട് കേട്ടോ. സ്പെഷ്യലി എന്നെ അത്ഭുതപ്പെടുത്തിയത് എല്ലായിടത്തും ലേഡി പോലീസ് ഇഷ്ടംമാരുണ്ട്. ഇതെല്ലാം സേഫ് സ്ഥലമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്നേഴ്സായിട്ട് വരാം. നിങ്ങൾക്ക് ലൈഫ് ശരിക്കും അടിച്ച് പൊളിക്കാം. ഫുൾ ഫ്രീഡമാണ് ഇവിടെ. നിങ്ങൾക്ക് നടന്ന് കാണാം. നിങ്ങൾ ഇവിടെ ലൈവ് ഷോസ് ഉണ്ട്, എല്ലാ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ലൈഫിൽ നിങ്ങൾ വരിക, ഇവിടെ എന്താണ് ഫ്രീഡം എന്നുള്ളത് നേരിട്ട് കാണുക. പക്ഷേ ഇവിടെ നിന്ന് കിട്ടുന്ന കഞ്ചാവോ അതങ്ങനത്തെ കാര്യങ്ങളൊന്നും മേടിച്ച് കഴിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നേരത്തെ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ഒരു ഏരിയ എന്നുള്ളത് നിങ്ങൾ കടക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഫുള്ള് സ്മെല്ല് വരും. ആ സ്മെല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചാവിൻ്റെ സ്മെല്ലാണ് ഇവിടെ എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇങ്ങോട്ട് വരാതിരിക്കുക. പക്ഷെ അത് കുഴപ്പമില്ലാത്ത ആൾക്കാർ ഇവിടെ വരിക, വന്ന് കാണുക, എന്താണ് ഫ്രീഡം അല്ലെങ്കിൽ എന്താണ് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് എന്നുള്ളത് നേരിട്ട് കാണുക. അപ്പോൾ ലൈഫ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരിക. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ സ്ഥലത്തൊക്കെ നടക്കാം. ഇവിടുത്തെ ഗവൺമെൻറ് ഫുൾ പ്രൊട്ടക്ഷനാണ്, പോലീസ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാ വിധത്തിലും പ്രൊട്ടക്ഷൻ കിട്ടും. യാതൊരു വിധത്തിലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിനോട് തൽക്കാലം നമ്മൾ വിട പറയുകയാണ്. നമ്മൾക്ക് മറ്റൊരു ദിവസം ഇവിടെ വരാവുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ആംസ്റ്റർഡാമിൻ്റെ നല്ല വശങ്ങൾ മാത്രമല്ല, പക്ഷേ ഡേർട്ടി സൈഡ് ഉണ്ട്, അതായത് അഴുക്ക് സൈഡുള്ള ബാഡ് ഫേസ് ഓഫ് ആംസ്റ്റർഡാം. അതാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തന്നെ വരുന്നതായിരിക്കും.